ഹലോ ഫ്രണ്ട്സ്, ഡി എ ഫാമിലി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളുടെ വീഡിയോ ആയിട്ടാണ് വന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എന്നും അതേപോലെ തന്നെ രാവിലെ എണ്ണീറ്റ് നമ്മുടെ ബ്ലാക്ക് കീനോടൊക്കെ കുറച്ച് നേരം സംസാരിച്ചാണ്ട് നമ്മൾ അടുക്കളയ്ക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ 2 ദിവസമായിട്ട് ചെറിയ മഴയൊക്കെ ഇങ്ങനെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. ദേവുട്ടൻ്റെ ബർത്ത്ഡേക്ക് അമ്മ വന്നപ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. ഇത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പൊടി കേട്ടോ. അപ്പോൾ ഇതൊന്ന് തരിക്കണേ. നമുക്ക് ഇവിടെ റേഷൻ കടയിൽ നിന്ന് ഇതൊന്നും കിട്ടില്ല, വെറും അരി മാത്രമേ കിട്ടുള്ളൂ. ഇപ്പോൾ ഈ മാസം മണ്ണെണ്ണയും കിട്ടൽ തുടങ്ങി. മണ്ണെണ്ണ ഇപ്പോൾ കുറേ ആയിട്ടോ കിട്ടിയിട്ട്. അപ്പോൾ ഈ മാസം കിട്ടിയപ്പോൾ നല്ല സമാധാനമായിട്ടോ. എന്താണെന്ന് വെച്ചാൽ ഒന്ന് തീ ഇടിപ്പിക്കാൻ പോലും വിളക്കിൽ മണ്ണെണ്ണ ഇല്ലാത്ത അവസ്ഥയായിട്ടോ. എന്നിട്ട് പിന്നെ ലൈറ്ററൊക്കെ വെച്ചിട്ടാണ് പിന്നെ ഞാൻ തീ ഇടിപ്പിക്കലേ. അങ്ങനെ പൊടിയൊക്കെ ഒന്ന് തരിച്ചിട്ടുണ്ടേ. റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പൊടിയില്ലേ, നമ്മളൊന്ന് തരിക്കണമെങ്കിൽ നല്ല തരി ഉണ്ടാവും കേട്ടോ. ചപ്പാത്തി ഞാൻ ചൂടുവെള്ളത്തേക്ക് ഇട്ടിട്ട് നമ്മൾ പത്തിരിക്ക് ഉണ്ടാക്കണ പോലെയാണ് ഉണ്ടാക്കാറ്. പക്ഷേ നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പൊടിയില്ലേ, എങ്ങനെ ഉണ്ടാക്കിയിട്ടും കാര്യമല്ല. അതെന്താ വെച്ചാൽ ആ സോഫ്റ്റ് കിട്ടില്ല. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് നല്ല സോഫ്റ്റ് ആവും. ആരെങ്കിലും ഉണ്ടേട്ടാ ഇതെവിടെ? ഓക്കെ. ഓക്കേ, ഏട്ടൻ നടക്കാൻ പോയിട്ടുണ്ട്. ഞാൻ ചപ്പാത്തി വെത്തനോട് വന്നതാണ്. അപ്പം നമുക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് 8ൻ്റെ പണിയും കൂടി ഉണ്ട് കേട്ടോ. താത്തമാർ വരുന്നുണ്ട് നമ്മളെ തോട്ടത്തിൽ വളം ഇടാൻ കേട്ടോ. റബ്ബറിനും തെങ്ങിനൊക്കെ വളം ഇടാനുണ്ട്. അപ്പോൾ അവർ കുറേ ദിവസമായി വിളിക്കണേ, പക്ഷേ ഇതുവരെ അവർ വന്നിട്ടില്ല. അപ്പോൾ ഇന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് ചപ്പാത്തിയാണ്. അപ്പോൾ എല്ലാം കൂടി ആയപ്പോൾ ഇന്ന് ഫുള്ള് തിരക്ക് പിടിച്ച ദിവസം തന്നെയാണ് കേട്ടോ. അവർ വരുന്നത് കൊണ്ട് ചോറ് ഞാൻ പിന്നെ അടുപ്പത്തട്ട് വെച്ചത്. കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും കൂടെ നമ്മൾ ഈ കുഞ്ഞ് ചെമ്പിൽ കൊള്ളൂലല്ലോ. അതുകൊണ്ട് ചോറ് ഞാൻ വേഗം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചപ്പാത്തിക്ക് കടലക്കറി ഇട്ട കടലക്കറിക്കുള്ള നാളെ വറുത്തോണ്ട് നിന്നപ്പോഴാണ് സമയം നോക്കിയത്. അപ്പോൾ 7:45. അപ്പോഴാണ് ഞാൻ മക്കളെ നീറ്റിട്ടില്ലല്ലോ എന്നുള്ള കാര്യം ഓർത്ത്. ഇന്ന് ഏട്ടല്ലാത്തത് കൊണ്ട് അവരെ ഞാൻ തന്നെ വിളിക്കണം. അല്ലെ പിന്നെ ഇവരെ നീപ്പിക്കേണ്ട കാര്യമൊക്കെ ഏട്ടൻ നോക്കിക്കോളൂ കേട്ടോ. അടുത്താള് വരുന്നുണ്ട്. യോ ആ സമയത്രേ വെള്ളം വേണ്ടേ? കൊണ്ടുവരട്ടോ. അപ്പം അവർക്കുള്ള ബ്രഷൊക്കെ കൊടുത്ത് ഞാൻ ഏട്ടന് ബ്ലാക്കിക്കുള്ള ചോറ് കൊടുത്തു കേട്ടോ. ഏട്ടനും കുട്ടികളും കൂടി ബ്ലാക്കിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം അവിടെയാണ് കേട്ടോ അവരുടെ അഭ്യാസങ്ങൾ. അപ്പോൾ ഓപ്പ പണിക്കാരുടെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള വെള്ളമൊക്കെ കൊടുത്തിട്ട് വരികയാണ് കേട്ടോ. ദേവുട്ടൻ്റെ ബർത്ത്ഡേൻ്റെ തിരക്കിൽ ഓപ്പനോട് പണിക്കാർ വരുന്ന കാര്യം പറയാൻ വിട്ടുപോയിട്ടോ. അതുകൊണ്ട് ആകെ 8ൻ്റെ പണി കിട്ടിയിട്ടുണ്ട്. കുറേ ചെമ്പൊക്കെ കഴുകി വയ്ക്കാനുണ്ട്. പിന്നെ ഈ പണിക്കാരും അവർക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കണ്ടേ. അതുകൊണ്ടൊന്ന് കുറച്ച് തിരക്ക് പിടിച്ച ദിവസം തന്നെയാണ് കേട്ടോ. നമ്മൾ പപ്പ എല്ലാവരും ജാണ്ടി കേട്ടോ. പാനിമോളൊക്കെ ചായ കുടിക്കുകയാണ്. 5 കുളിക്കാൻ പോയതാണ്. അപ്പോൾ 5 കുളിക്കുന്നവരെ സമയമല്ല കേട്ടോ. സമയം കഴിഞ്ഞു. 9:10 ദേവുട്ടൻ്റെ ബസ് വരും. ദേവുട്ടൻ ചായ കുടിക്കണമെങ്കിൽ ഒരു അരമണിക്കൂറേയും വേണം. പോവാം. ഇന്നലെ മിഞ്ഞാന്ന് വീണു. അതിപ്പോ ഇന്ന് രാവിലെ എന്നോട് പറഞ്ഞിട്ട് അപ്പോഴാണ് ഓർമ്മ കിട്ടിയത്. മിസ്സിനില്ലേ മിഠായി കൊടുക്കാൻ പോയതാണ്. പ്രിൻസിപ്പലിനെ. അപ്പൊ എല്ലാവരും അതിന്റെ കൂടെ കൂടിയിട്ട് മിഠായിക്കാൻ കുട്ടികളല്ലേ. സമയമുണ്ടോ?
അനാമിക ബിബി തിരക്ക് കഴിഞ്ഞു തിരക്ക് രാവിലെ ഫുള്ള് തിരക്കായിട്ട് ഞാൻ താത്തമാരത്തേക്ക് എത്തിയിട്ടില്ല കേട്ടോ. ദേവൂട്ടിന് ചേട്ടനും പോയിട്ടാണ് കേട്ടോ അവരുടെ അടുത്തേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ അവരിതാ റോട്ടിലേക്ക് ഒരു മുരിങ്ങാക്കൊമ്പ് ഇങ്ങനെ ചാഞ്ഞ് കിടക്കണേ. അപ്പോൾ അത് മുറിക്കുകയാണ് കേട്ടോ. അമ്മത്താത്തി സഫിയത്താത്തി ആസിയത്താത്തിയാണ് കേട്ടോ. ഇവർ പണിക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവരെ കൂടെ അങ്ങനെ നിന്നാണ്ട് അത് ചെയ്ത് പറഞ്ഞാൽ ഇങ്ങനെ എടുപ്പിക്കേണ്ട ആവശ്യമല്ലേ. കാരണം ഇവർ ഫുള്ള് ശരിയാക്കി തന്നോളൂ. ഇപ്പോൾ ഇതുണ്ട് നമ്മളെ സ്ഥലം ഫുള്ള് കാട് പിടിച്ച് കിടക്കുകയാണ്. അതൊക്കെ രാവിലെ തന്നെ നല്ല മഴയാണ് കേട്ടോ. പണിക്കാർക്ക് പണിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവരിപ്പോൾ ഇങ്ങനെ കയറി നിൽക്കുകയാണ്. താത്തമാർക്ക് കഞ്ഞി കൊടുത്തപ്പോൾ ആനിമോക്കും കഞ്ഞി വേണം പറഞ്ഞാൽ അവൾ വാശി പിടിച്ചിട്ടോ. അങ്ങനെ അവൾക്കും കൊടുത്തേ. അവൾക്ക് വേണ്ടെന്നില്ല, കാരണം ചപ്പാത്തി ആയിട്ടേ അവൾ ഒറ്റയ്ക്ക് കഴിക്കുക. ചപ്പാത്തി ആകുമ്പോൾ ഒറ്റയ്ക്ക് കഴിക്കുക, ഞാനാ കൊടുക്കൽ. അപ്പോൾ അവൾക്ക് ചപ്പാത്തി കൊടുത്തതിൻ്റെ അവർക്ക് കഞ്ഞി കൊടുത്തത്. ഈ കുട്ടികൾ അങ്ങനെയാണ്, ആരെങ്കിലും എന്തെങ്കിലും ചെയ്തൊക്കെ അവർക്കും ചെയ്യണം. അപ്പോൾ അവർ കഞ്ഞി കുടിച്ചപ്പോൾ അവൾക്കും കഞ്ഞി വേണം. കഞ്ഞി കുടിച്ചതൊന്നുമില്ല കേട്ടോ. അവൾക്ക് പിന്നെ കറി ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ആ കഞ്ഞിക്ക് കൊടുത്ത കറിയൊക്കെ അവൾ തീർത്തിട്ടുണ്ട്. കഞ്ഞി അവിടെ വയ്ക്കുകയും ചെയ്തേ. പിന്നെ അത് അവർക്ക് കഞ്ഞി കൊടുത്തതിന് ശേഷമാണ് കേട്ടോ പിന്നെ മീൻ നന്നാക്കാൻ നിന്നിട്ടുള്ളത്. ഓപ്പ ഞാനവിടെ ക്യാമറ വെച്ചത് കണ്ടിട്ടില്ലേ. ഓപ്പയ്ക്ക് തീരെ താല്പര്യം കേട്ടോ വീഡിയോ എടുക്കാൻ. അതാണ് നമ്മളെ ഒരു വീഡിയോയിൽ ഓപ്പയെ കാണാത്തത്. അപ്പോൾ വീഡിയോയ്ക്ക് തീരെ വരില്ല കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഫുൾ വീഡിയോ എടുക്കുമ്പോഴാണെങ്കിലും വീഡിയോ ഓണാക്കിയിട്ടുണ്ടെങ്കിൽ ഓപ്പ ആ ഭാഗത്തേക്ക് വരില്ല കേട്ടോ. മീനൊക്കെ നന്നാക്കി കറി ഉണ്ടാക്കുകയാണ്. അപ്പോൾ അവർക്ക് ഞാൻ കഞ്ഞിക്ക് ഉപ്പേരി കറുത്തപ്പേരി ഉണ്ടാക്കി കൊടുത്തത്. അപ്പോൾ അതിൻ്റെ ഒരു പീസ് ഞാൻ എടുത്ത് വെച്ചെന്ന് കേട്ടോ. അപ്പോൾ ഞാനത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് കറുത്ത ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ നമ്മളെ വീടെ ഇല്ല, അപ്പോൾ വീട്ടിൽ നിന്ന് അമ്മ വന്നപ്പോൾ കൊടുന്നതാണ്. അവിടെ കുറേ ഉണ്ട് കേട്ടോ. അങ്ങനെ അടുക്കളത്തെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെയും കുറച്ച് നേരം അവരുടെ അടുത്തേക്ക് പോയേ. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ എത്ര കേട്ടോ. നമ്മുടെ തോട്ടത്തിൽ വളടലും കാര്യങ്ങളായിട്ടൊരു കൊച്ചു വീഡിയോ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.